അപ്പോൾ ഞങ്ങളുടെ ബീവീസ് കോർണറിൻ്റെ അടുത്ത വീഡിയോ തുടങ്ങും കേട്ടോ. ഇന്നലെ ഞങ്ങൾ മുസാഫർ നഗരത്തിൽ കുടുങ്ങിപ്പോയിട്ടോ. കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ബ്ലോക്കായിരുന്നു. കാരണം ചരക്ക് വണ്ടികളായിരുന്നു അധികവും. അപ്പോൾ ഞങ്ങൾക്കിത് പുറത്തോട്ട് കിടക്കാനും പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാത്ത അവസ്ഥ. ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രാത്രിയായിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളെ കൊള്ളാലേ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണ്ടെയ്നർ ലോറി ഞങ്ങൾക്ക് ഒരു ഇത്തിരി ഇട തന്ന്. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ എങ്ങനെയോ വണ്ടിയൊക്കെ കയറ്റി ഞങ്ങൾ പിന്നെ ഒരുവിധം സെറ്റായി നിന്ന് മുസാഫർ നഗരം. പിന്നെ ഞങ്ങൾ പോണത് വാരണാസിയാണ്. അടുത്ത ലക്ഷ്യം ഞങ്ങൾക്ക് അതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് പുറത്ത് കിടക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ മുസാഫറിൽ കുടുങ്ങിയ അവസ്ഥയിൽ തന്നെ ഞങ്ങൾ റൂമെടുത്ത് അന്ന് നൈറ്റ് അവിടെ തങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങി. അപ്പോഴേക്കും ഒരുവിധം എല്ലാം സെറ്റായി. എന്താണെന്ന് വെച്ചാൽ അവിടെ കുംഭമേള നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം വാരണാസിയാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ കുംഭമേള നടക്കുന്നുണ്ട്, അത്രയും തിരക്കായിരുന്നു, റോഡ് ക്ലോസ് ആയി. പിന്നെ ഞങ്ങൾ ഏതൊക്കെയോ ഊടുവഴി കൂടിയാണ് ഞങ്ങൾ രാത്രി കുറേ പോയി നോക്കിയിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. അങ്ങനെ ഒരുവിധം ഞങ്ങൾ പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ നേരം വെളുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും എന്നാലും ഉണ്ടായിരുന്നു, കാരണം കുംഭമേളയായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ മെയിൻ റോഡ്, അതായത് NH ലക്ഷ്യമാക്കി ഞങ്ങൾ വണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുസാഫർ നഗരത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ഞങ്ങൾ വാരണാസിയിലോട്ടാട്ടോ പോണത്. വാരണാസിയും കൂടി ഒന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ബീഹാറിൽ കൂടി ഞങ്ങളിങ്ങനെ പോവുകയാണ്. കണ്ടോ, കളർഫുള്ളാണ്. ഇവിടെ നിന്ന് ചുമർച്ചിത്രങ്ങളാണ് കണ്ടത്. എല്ലാ പിന്നെ സർക്കാർ കെട്ടിടങ്ങളായിക്കോട്ടെ, വേറെ വീടിൻ്റെ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇതുപോലെ ചിത്രങ്ങളാണ്. അത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നല്ല ഭംഗിയാട്ടോ ചിത്രങ്ങൾ കാണാൻ തന്നെ. ഇവിടെ നല്ല രസമുണ്ടല്ലോ ചപ്രമാണ്. ബൊമ്മയില്ലേ, ബൊമ്മ മതിയോ? ഇത് അവിടുത്തെ ശില്പങ്ങളാട്ടോ. പല പല ആരാധനാലയത്തിൽ കൊണ്ടുവന്ന ശില്പങ്ങളാണിത്. അത് ഇവിടെ ഒരുപാട് 2 സൈഡിലുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ചിലതൊക്കെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു കണ്ടാ. പിന്നെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കണേന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ബീഹാറാണല്ലോ, അത് കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലും ഇതൊക്കെ തന്നെ ആയിരിക്കും കൊണ്ടുവരണേന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കാണുന്നത് ഞങ്ങൾ വിചാരിച്ചു വല്ല കോഴിക്കൂടോ ആട്ടിൻകൂടോ ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ അതല്ല കേട്ടോ സുഹൃത്തുക്കളെ. ഇതെന്താണെന്ന് വെച്ചാൽ ബീഹാറിൽ ഒരുപാട് നെല്ലുണ്ടല്ലോ, നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അത് ഒരുപാടുണ്ട്. നമ്മൾ പോണ വഴിക്ക് 2 സൈഡിലും കർഷകരാണ്, കണ്ടില്ലേ, ദൂരെ കാണുന്നുണ്ടോ. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുത്തില്ല, രാവിലെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ പിന്നെയും വാരണാസി ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ വണ്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് NH ആണ് കേട്ടോ. ഇപ്പോഴത്തെ പശുവിനെയൊക്കെ നിങ്ങൾ കണ്ടു കാണിരിക്കും, വീഡിയോയിൽ കാണാം. അത് നല്ല തണുപ്പാണല്ലോ. അപ്പം അതിൻ്റെ മുതുകത്ത്, അതായത് പുറത്ത് ചാക്ക് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഉണക്കാനിട്ടിരിക്കുന്ന കച്ചിത്തുരുമ്പുകൾ, കച്ചികൾ, കയറുകൾ, ചാക്കുകൾ, പോത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ ബീഹാറിൽ സാധാരണ കാണുന്ന കാഴ്ച. ഞങ്ങളിപ്പോൾ NH 31 ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. 31ന്റെ അവസ്ഥ. ഇതൊരു ഹൈവേ, നാഷണൽ ഹൈവേ. ഒരു വീടിൻ്റെ അകത്തോടെ കയറിപ്പോയായിരുന്നു കുറച്ചു നേരം മുന്നേ. ഇതാണ് നമ്മുടെ ബീഹാറിന്റെ അവസ്ഥ. അത് റിക്ഷാവാലകൾ. ഞങ്ങൾ വാരണാസിക്കുള്ള വഴിയിൽ ഫ്രം മുസാഫർപൂർ. NH 31 ഞങ്ങളൊരു ലോറി അപ്പുറത്തൂടെ ഓപ്പോസിറ്റ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു ഓട്ടോ അവിടെ പാർക്ക് ചെയ്ത കാരണം NH-ലൂടെ പോകാൻ പറ്റുന്നില്ല. അതവസ്ഥ. पुलिस आया है, सारन पुलिस. वो हमारे लिए बहुत कुछ काम उदाई कर देते हैं.
वो अच्छा इंसान लोग हैं. ആ അതാ വള എടുക്കുന്നുണ്ട് വള. ആ ചേച്ചി ഓ അങ്ങനെ അതൊന്നും പറ്റില്ല. ഒരു ചന്തയും അതിന്റെ നടുവിലൂടെ പോകുന്ന ഹൈവേയും ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഡാർജിലിങ്ങിലെ പോലെ ഒരു റെയിൽ പാളം കൂടെ ഉണ്ട് പൊളിച്ചാൽ. അത് ഇന്ത്യ ഒരു കുറവ് ഇപ്പം കണ്ടമാനം നമുക്ക് അനുഭവപ്പെടും. ബീഹാറിയൊക്കെ കില്ലാടി ക്രോസ് ചെയ്ത് നിൽക്കുന്നു. അതാ ബീഹാറിയൊക്കെ കില്ലാടി. വണ്ടി വിടും. അങ്ങനെ ഞങ്ങൾ ബനാറസ് यानी वाराणसी जाने के लिए हमने यहाँ से मुसाफिरपुर से ये किया है, यात्रा शुरुआत किया है. CPM-ന്റെ കൂടെ ഇപ്പൊ എന്താ ബീഹാറിലൊക്കെ CPM ഒക്കെ ഉള്ളതല്ലേ? वाराणसी में जाने वाले रास्ते में. ठीक है. हाँ पुलिस आया है. सारण पुलिस वो हमारे लिए गंगा नदी बीच പോലെ ഗംഗ അപ്പുറം ഉത്തർപ്രദേശാണ്. ഗംഗാ യമുന ശരിക്കും ബീച്ച് പോലെ ഉണ്ടല്ലേ ഗംഗ കാണാന്. ഇത്രയും വലുതാ. അങ്ങനെ വാരണാസി കണ്ടോ, വാരണാസി ലക്ഷ്യമാക്കി ഞങ്ങൾ വണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലൊരു ട്രക്ക് ഉണ്ട്, അതിനെ മറികടന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ. റൈറ്റ്, അപ്പൊ ഞങ്ങൾക്ക് റൈറ്റിലോട്ട് തന്നെ പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ ബീഹാർ സെ UP പहुंच गया. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് और बदले में നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടോ. കാരണം ഞങ്ങളവിടെ തടഞ്ഞു നിർത്തി. കാരണം ഇപ്പം അങ്ങോട്ട് വിടൂല. പിന്നെ അപ്പം എത്രയോ സമയം കഴിഞ്ഞ വണ്ടി അവിടെ നിന്ന് വരണം. 3/4 മണിക്കൂർ ഞങ്ങൾ ഈ വാരണാസി ടൗണിൽ കുടുങ്ങി. ഞങ്ങളവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അപ്പുറം ഗംഗാ നദിയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അവിടെയും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 3/4 മണിക്കൂർ എടുത്തു. ശരിക്കും 3/4 മണിക്കൂർ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സൈറ്റ് ആട്ടോ വേണ്ട, ഞങ്ങൾക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ബീഹാർ അപ്പുറം UP-യിലോട്ടാണ് നമുക്ക് ഇനി പോകേണ്ടത്. വാരണാസിയിലോട്ട് ടൗൺ അല്ലാതെ. അപ്പം നമ്മൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചായയൊക്കെ കുടിച്ചു. അതുകൊണ്ട് അവരുടെ അടുക്കളയൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ. അപ്പം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യും. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ കടത്തി വിടൂല. അപ്പോൾ അവിടുന്ന് പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്, 3/4 മണിക്കൂറൊക്കെ പിടിക്കും. 1 മണിക്കൂർ അങ്ങേര് പറഞ്ഞേ, പക്ഷേ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തത്. ചേട്ടൻ ചായ ചൂടാക്കുന്നു. ആ കെറ്റിൽ ഉണ്ടാക്കി വെച്ച ചായയായിരുന്നു. അത് ഞങ്ങൾക്ക് ചൂടാക്കി തന്നു. അത്ര നല്ലതായിരുന്നില്ല ഫ്രണ്ട്സ്, എന്നാലും ഞങ്ങൾ കഴിച്ചു. ചെക്കിങ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വാരണാസിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരൻ, പിന്നെ ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വയനാടാന്ന് പറഞ്ഞു. വയനാട്. അപ്പം അങ്ങേരി കണ്ണൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങേരിക്ക് നമ്മളോട് ഭയങ്കര ഒരു മമത തോന്നി. കുറേ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കുംഭമേള നടക്കണോണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അങ്ങേരായിട്ട് കുറേ വർത്താനം പറഞ്ഞു. ആ പോലീസുകാരനൊരു ബിഗ് സല്യൂട്ട്. നമ്മളോട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് സംസാരിച്ച്. അപ്പോൾ ഞങ്ങൾ UP-യിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മൂപ്പര് ഞങ്ങളങ്ങോട്ട് കടത്തി വിട്ടു. പക്ഷെ ഞങ്ങളെ അപ്പുറത്തുനിന്ന്, അതായത് ഈ ബീഹാർ കഴിഞ്ഞിട്ട് UP-ന്ന് വാരണാസിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ഗംഗാ നദി മുറിച്ച് കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. നല്ല രസമായിരുന്നു. അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റൂല. ബീഹാർ കഴിഞ്ഞ് ഞങ്ങൾ UP-യിലോട്ട് ഉത്തർപ്രദേശിലോട്ട് കടന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഈ കുംഭമേള നടക്കുന്നുണ്ട് ഞങ്ങളെ പോലീസ് തടഞ്ഞായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ. പോലീസുകാരങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അതിൻ്റെ തലേന്നാണ് അവിടെ ആ പോലീസുകാരവന് ഒരു 1000 പേരോളം മരിച്ചിട്ടുണ്ട്. പക്ഷെ പേപ്പറിലൊക്കെ കുറഞ്ഞ അളവേ ഉള്ളൂ, 100 പേരൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിട്ടോ. ഇനി അടുത്തത് ഞങ്ങളുടെ ലക്ഷ്യം ലക്നൗ ആണ് കേട്ടോ. ലക്നൗവിലോട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. വാരണാസിയിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ലക്നൗ ലക്ഷ്യമാക്കി പോവുകയാണ്. ഞങ്ങളെ വാരണാസിയിലേക്ക് കടത്തി വിട്ടില്ല. കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു.
ബീഹാറിൽ കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. വേറെ ഗോരഖ്പൂർ വഴി ലക്നൗ ഉള്ള പരിപാടി ഞങ്ങളിപ്പം. വാരണാസിയിൽ ഈ കുംഭമേളയുടെ തിരക്ക് കാരണം ആൾക്കാർ മരിച്ചു വീഴുന്നു. അതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിട്ടു ഗൈസ്. ചാണകമൊക്കെ ഇവന്മാരെ ഒടിച്ച് റൊട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കടുകുപാടമുണ്ട്, പിന്നെ ഒരുപാട് ഇഷ്ടികക്കളങ്ങളുണ്ട്. പിന്നെ മറ്റൊരു വസ്തുത പറയുകയാണെങ്കിൽ ബീഹാറിൽ കുതിരകൾ, വഴിയിൽ നിന്ന് മേയുന്ന കുതിരകൾ, ഇതെല്ലാം ഇവരുടെ കഴുതകൾ. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ചാണകം കഴുതകളുടെ ആണോ പശുക്കളുടെ ആണോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധം ചാണകമാണ് ഇവരുടെ മെയിൻ. ബഫല്ലോ ക്രോസ് ചെയ്യുന്നു. ചേട്ടൻ അടിച്ചോടിക്കുന്നുണ്ട്. ഒന്നും മുന്നിൽ നിന്ന് മാറുന്നില്ല, നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. മാറിത്തന്നു. ഇനി നമ്മൾ കിടക്കട്ടെ. പിന്നെയും നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം കണ്ടോ, അതവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടോ. ഒരു വന്യാണ്, ഒരു വീടിൻ്റെ പ്രതീതിയായിരുന്നു. അപ്പോഴൊരു കുതിരയാണോ കുതിരയെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ കാട്ടിനിക്കൂടി ഒരു മ്ലാവ് കടന്നു പോയതായിരുന്നു. നല്ല രസമായിരുന്നു, റോഡ് സൈഡിൽ തന്നെ. ഏകദേശം ഞങ്ങൾ ഇവിടെ രാത്രിയായി. ഇന്ന് ലക്നൗവിൽ സ്റ്റേ ആണ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ.